നമസ്കാരം. പെൻറ്റാഡിൻ്റെ മാർക്കറ്റ് സമ്മറിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മുടെ മാർക്കറ്റിനെ സംബന്ധിച്ച് പോസിറ്റീവായിട്ടുള്ള ഒരു ക്ലോസിംഗ് ആണ് ലഭിച്ചത്. നിഫ്റ്റി 25,219 ഏതാണ്ട് 0.5% മുകളിൽ പോസിറ്റീവായിട്ട് ക്ലോസ് ചെയ്തു. 159 പോയിന്റിൻ്റെ നേട്ടമാണ് നിഫ്റ്റിക്കുണ്ടായത്. അതുപോലെ സെൻസെക്സ് 82,726 540 പോയിന്റിൻ്റെ നേട്ടത്തിലാണ് ഇന്ന് ക്ലോസ് ചെയ്തത്. ഓട്ടോ, മെറ്റൽ, ഓയിൽ ആൻഡ് ഗ്യാസ്, കൺസ്യൂമർ ഡ്യൂറബിൾസ്, അതുപോലെ ഫാർമ എന്നീ സെക്ടറുകളെല്ലാം പോസിറ്റീവായിട്ടാണ് ക്ലോസ് ചെയ്തത്. നെഗറ്റീവായിട്ട് റിയാലിറ്റി, FMCG എന്നിവ മൈനസിലും ക്ലോസ് ചെയ്തു. ഇതിന് പ്രധാനമായ കാരണം ജപ്പാനും US തമ്മിലുള്ള താരിഫ് ഡീൽ ഏകദേശം തീരുമാനമായതാണ്. ഇതേ തുടർന്ന് ഏഷ്യൻ മാർക്കറ്റുകളെല്ലാം പോസിറ്റീവായിട്ടാണ് ക്ലോസ് ചെയ്തത്. ഏതാണ്ട് 15% താരിഫ് ജപ്പാന് ചുമത്തിയിരിക്കുന്നത്. ഇത് US ഉൽപ്പന്നങ്ങൾക്ക് ജപ്പാൻ വിപണി തുറന്നു കൊടുക്കുകയും അതുപോലെ തന്നെ $55,000 നിക്ഷേപം US നടത്താനുള്ള ഒരു ധാരണയായിട്ടുണ്ട്. ഇത് ഏഷ്യൻ മാർക്കറ്റിനെ രാവിലെ പോസിറ്റീവിലാണ് നയിച്ചത്. ഇതുകൂടാതെ ജപ്പാൻ, ഇന്തോനേഷ്യ, ഫിലിപ്പീൻസ്, വിയറ്റ്നാം എന്നീ രാജ്യങ്ങളുടെ താരിഫ് പ്രഖ്യാപിച്ചതും അതായത് താരിഫിൻ്റെ കാര്യത്തിൽ തീരുമാനമായി വരുന്നത് മാർക്കറ്റിനെ സംബന്ധിച്ചൊരു പോസിറ്റീവാണ്. ഇതേ തുടർന്ന് ഏഷ്യൻ വിപണികളും പിന്നീട് വന്ന വിപണികളെല്ലാം, അതായത് യൂറോപ്യൻ വിപണികളും എല്ലാം പോസിറ്റീവിലാണ് ഇപ്പോൾ ട്രേഡിംഗ് നടക്കുന്നത്. അതുപോലെ തന്നെ US മാർക്കറ്റിൽ ഇന്നലെ സ്റ്റാർഗേറ്റ് കമ്പനിയിൽ സോഫ്റ്റ് ബാങ്കും ഓപ്പൺ എയും നടപ്പാക്കാൻ ഉദ്ദേശിച്ച പദ്ധതിക്ക് ചെറിയ തടസ്സം നേരിട്ടു. അവർ ഉദ്ദേശിച്ചത്ര ആ എമൗണ്ടിൻ്റെ പദ്ധതിയല്ല നടപ്പാക്കുന്നത്. അതുകൊണ്ട് മാത്രമാണ് ഇന്നലെ നാസ്ഡാക്ക് മൈനസിൽ ക്ലോസ് ചെയ്തത്. ബാക്കി അമേരിക്കൻ ഇൻഡെക്സും ഇന്നലെ പോസിറ്റീവായിട്ടാണ് ക്ലോസ് ചെയ്തത്. ആ പോസിറ്റിവിറ്റി പൊതുവെ ഇന്ത്യൻ മാർക്കറ്റിലേക്കും മറ്റ് ഏഷ്യൻ മാർക്കറ്റിലേക്കും വന്നിട്ടുണ്ട്. ഇതിന് മറ്റു പല റീസണുകളുമുണ്ട്. ഒന്ന്, നമ്മുടെ ഇവിടെ വരുന്ന റിസൾട്ടുകളെല്ലാം പോസിറ്റീവായിട്ടാണ് വരുന്നത്. ഇപ്പോൾ ഒരു അരമണിക്കൂർ മുമ്പ് ഇൻഫോസിസിൻ്റെ റിസൾട്ട് വന്നു. പ്രോഫിറ്റിൽ ഏതാണ്ട് 8.7% പ്രോഫിറ്റ് വർധനമാണ് ഉണ്ടായേക്കുന്നത്. അതുപോലെ തന്നെ റവന്യൂ ഗൈഡൻസ് കമ്പനി ഉയർത്തിയതും മാർക്കറ്റിനെ സംബന്ധിച്ച് ഒരു പോസിറ്റീവാണ്. ഇത് മാർക്കറ്റിൻ്റെ പ്രതീക്ഷയ്ക്ക് ഒത്ത ഒരു റിസൾട്ടാണ് വന്നേക്കുന്നത്. അതുപോലെ UK ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ വിസിറ്റിനോട് അനുബന്ധിച്ച് UK ഇന്ത്യ ഫോറിൻ ഫ്രീ ട്രേഡ് എഗ്രിമെൻറ്റ് നടപ്പാക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. ഇതിനെപ്പറ്റിയുള്ള അനൗൺസ്മെൻറ്റ് വന്നാൽ ഈ പോസിറ്റിവിറ്റി വീണ്ടും കണ്ടിന്യൂ ചെയ്യാനുള്ള ഒരു സാധ്യതയുണ്ട്. അതുപോലെ തന്നെ US ഒഫീഷ്യൽസ് കൂടുതൽ താരിഫ് ചർച്ചകൾക്കായി ഇന്ത്യ വിസിറ്റ് ചെയ്യുന്നു എന്നുള്ള ഒരു വാർത്തയും PTI റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ ഏറ്റവും സുരക്ഷിതമായ എമർജിംഗ് മാർക്കറ്റായി ഇന്ത്യയെ JP മോർഗൻ വിലയിരുത്തിയതും ഇന്ന് മാർക്കറ്റിനെ സംബന്ധിച്ച് വളരെ ഗുണകരമായി. ഇപ്പോൾ US ഫ്യൂച്ചേഴ്സുകളെല്ലാം പോസിറ്റീവിലാണ് ട്രേഡ് നടക്കുന്നത്. യൂറോപ്യൻ മാർക്കറ്റും പോസിറ്റീവിലാണ്. ഇന്ന് US മാർക്കറ്റിൽ ടെസ്ലയിലെ ഗൂഗിളിൻ്റെ റിസൾട്ട് ഉണ്ട്. ഇത് മാർക്കറ്റിനെ സംബന്ധിച്ച് നിർണായകമാണ്. പോസിറ്റിവിറ്റി തുടരുമെന്ന് നമുക്ക് കരുതാം. ഏതാണ്ട് 25, 400, 600 ലെവലുകളാണ് മാർക്കറ്റിനടുത്ത റെസിസ്റ്റൻസ്. 25,000 ലെവൽ സപ്പോർട്ടായിട്ട് ഹോൾഡ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. താങ്ക് യു.